ഹായ് ഗൈസ്, വെൽക്കം ടു വരാന്തറേസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഏതു. അപ്പോൾ നമ്മൾ CGL-ന് ഫോക്കസ് ചെയ്തിട്ടൊരു റിവിഷൻ ആൻഡ് പ്രാക്ടീസ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചാപ്റ്റർ പാർട്ട്ണർഷിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിക് വൈസ് സീരീസ് സ്പീഡ് നോക്കും. 30 സെക്കൻഡ് ടൈം ലിമിറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാം പറ്റണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളെ എഫേർട്ട് ഇടുമ്പോഴേ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ലിമിറ്റ് പുഷ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡായി പോകാൻ പറ്റുള്ളൂ. അപ്പം ചിലത് ഞാൻ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ 30 സെക്കൻഡ്സ് കഴിഞ്ഞാലും ഞാൻ ഈ പെന്നൊക്കെ സെലക്ട് ചെയ്ത് എഴുതി വരുമ്പോൾ അഡീഷണൽ ഒരു 10 to 20 സെക്കൻഡ്സും കൂടെ അഡീഷണൽ കിട്ടും. ആ ടൈമും കൂടെ യൂട്ടിലൈസ് ചെയ്ത് ആൻസർ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിലായിരിക്കണം ഹെൽത്തി കോമ്പറ്റീഷൻ കാണേണ്ടത്. ഹെൽത്തി കോമ്പറ്റീഷൻ അലോങ് വിത്ത് വർക്കൗട്ട്, അങ്ങനെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. ആൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഓപ്ഷൻ പിന്നെ ക്വസ്റ്റ്യൻ, ആ ഒരു അപ്രോച്ചിൽ പൊക്കോണം. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ കേസ് ഇന്നലെ നമ്മൾ ഏജസ് ആയിരുന്നു എടുത്തതല്ല, അപ്പോൾ ഏജസിൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ. അതുപോലെ തന്നെ മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ എന്ന് പറയുന്നതും നമ്മൾ ഇടുന്നതായിരിക്കും. അത് പോയി വാച്ച് ചെയ്തോണം. ഈ രണ്ട് മെത്തേഡ്സും അത്യാവശ്യം ഷോർട്ട് കട്ടിൽ പെട്ടെന്ന് കുറച്ച് പാടാണ് പഠിച്ചെടുക്കാം, ഡീവിയേഷൻ ആണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പഠിച്ചെടുത്തിട്ട് നമ്മുടെ നൗഷാദ് സാറ്, ഞാൻ, ഗൗതം സാറ് 3 പേരും എടുത്ത വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഞാൻ എൻ്റെതായിരിക്കും പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾക്ക് അതിനെ ലിങ്ക് ചെയ്തിട്ട് ബാക്കി കാണും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കണ്ട് പിന്നെയും കണ്ട് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഒന്ന് ചെയ്ത് റിവൈസ് ചെയ്തിട്ട്, കാരണം ഇനിയും പോയി കഴിഞ്ഞാലും ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡീവിയേഷൻ വേണം. അല്ലെങ്കിൽ സർക്കിൾ മെത്തേഡ് ഉണ്ട്, പിന്നെ ഏതാ, പിന്നെ ടോണീസ് മാജിക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ടിപ്പിക്കൽ ഡീവിയേഷൻ്റെ അല്ലെങ്കിൽ ടിപ്പിക്കൽ ആവറേജിൻ്റെ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന 2-3 മെത്തേഡ്സ് ഡീവിയേഷനിൽ ആവറേജിൽ പഠിച്ചു വെക്കണം. പല ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത് ഡൈവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, ടൈം കഴിഞ്ഞു. നോക്കിക്കേ, പാർട്ട്ണർഷിപ്പ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കാൻ തന്നെ ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ എന്താ? പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഈസ് ഈക്വൽ ടു, പ്രോഫിറ്റിൻ്റെ റേഷ്യോ അല്ലെ, പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. അതായത് ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, അത് എത്ര നാളത്തേക്ക് കിടക്കും, അതെൻ്റെ ടൈം പീരീഡ് ഇട്ടി എങ്കിൽ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇട്ട പൈസ ഇൻറ്റു ടൈം പീരീഡ്. ആ പൈസ എത്ര നാൾ കിടന്നു, ഇതിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും എന്ത്, നമ്മളിട്ട അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ക്വസ്റ്റ്യനിൽ സുമിത്, രവി, പുനീത് ഓരോരുത്തരും ഇട്ട പൈസ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ആൾക്കാരും സെയിം ടൈം പീരീഡല്ല പൈസ ഇട്ടേക്കുന്നത്, എല്ലാ ആൾക്കാരും സെയിം ടൈം പീരീഡല്ല. ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇട്ടതിനനുസരിച്ചായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് 4800 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 30% ഞാൻ ചാരിറ്റിക്ക് കൊടുക്കും. ബാക്കി 70% മാത്രമേ ഇപ്പം ഞാൻ അല്ലെങ്കിൽ സുമിത്, രവി, പുനീതുണ്ട്. ഈ ബാക്കി 70% ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണോ അതായിരിക്കും പുനീത്തിനും രവിക്കും സുമിത്തിനും കിട്ടുന്നത്. ഏത് രീതിയിലാണ് കിട്ടുന്നത്? ഇട്ട പൈസയുടെ അനുസരിച്ച്, ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിലായിരിക്കും അവർക്ക് പൈസ വീതിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇൻവെസ്റ്റ് ചെയ്ത് എത്ര? 45,000-ന് 45K എന്നിട്ടു, ഈസ്റ്റു 81K ഈസ്റ്റു 90K. K എല്ലായിടത്തും വെട്ടിപ്പോയി, അതായത് 1000-നെ നമ്മൾ K എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 9 കൊണ്ട് വിട്ടാൽ തന്നെ 5:9:10. അപ്പോൾ അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ 5:9:10 എന്ന് എനിക്ക് കിട്ടി. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയാണ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇവിടെ ടൈം പീരീഡ് സെയിമാണ്. അപ്പം ടോട്ടൽ 9 + 5 11 14 10 24 യൂണിറ്റ് അല്ലെ, 24x ആണ് ഇവർക്ക് വീതിച്ച് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് വീതിച്ച് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 4800, അതിൻ്റെ 30 പോയിട്ട് ബാക്കി 70% ആയിരിക്കും ഇവർക്ക് ഓരോരുത്തർക്കും ഈ രീതിയിൽ വീതിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിൻ്റെ 70% ഈ 3 പേർക്കും കൂടെ കിട്ടുന്ന
പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 24x എന്ന് പറയുന്നത് എങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് 140 കിട്ടും. സുമിത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്ര റേഷ്യോയിൽ 5:9:10 5 യൂണിറ്റ് ആണ്. സോ 140 × 5 700 റുപ്പീസ് ഓപ്ഷൻ 1 ആയിരിക്കും സുമിത്തിൻ്റെ ഷെയർ ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പം നോക്കിക്കേ, 3 ഫ്രണ്ട്സ് ഉണ്ട്, എ ബി സി. അവർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവരുടെ സാലറിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, അല്ലെ ബന്ധം തന്നിട്ടുണ്ട്. സാലറി ഓഫ് എ 45,000 ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താ സാലറി ഓഫ് സി എന്ന് പറയുന്നത്, മന്ത്ലി സാലറി ഓഫ് സി എന്ന് പറയുന്നത് ബിയുടെ മന്ത്ലി സാലറിയുടെ 3/5 ആയിരിക്കും. അപ്പം ഞാൻ ബിയുടേത് 5 ആയിട്ട് എടുക്കുവാണെങ്കിൽ 3/5ൻ്റെ അർത്ഥം എന്തുവാ? ഫ്രാക്ഷൻ്റെ 5 യൂണിറ്റ് പൈസ ബിക്ക് കിട്ടുമെങ്കിൽ 3 യൂണിറ്റ് രൂപ സിക്ക് കിട്ടും. അപ്പം 5:3 ആയിരിക്കും സാലറി ഓഫ് ബി ഈസ് ടു സാലറി ഓഫ് സി. ആൻഡ് ബിക്ക് എത്ര കിട്ടുന്നോ അതിൻ്റെ പാതി ആയിരിക്കും. തിരിച്ചാ പറഞ്ഞേക്കുന്നത്. മന്ത്ലി സാലറി ഈസ് ഡബിൾ ഓഫ് എസ് മന്ത്ലി സാലറി. എയുടെ ഡബിൾ ആണ് ബിക്ക് കിട്ടുന്നത്. അത് തിരിച്ച് പറഞ്ഞാൽ ബിൻ്റെ പാതിയാണ് എക്ക് കിട്ടുന്നത്. അപ്പം 5 ആണെങ്കിൽ 5ൻ്റെ പാതി 5/2. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേരം 5/2 × 2 5, 5 × 2 10, 3 × 2 6. അപ്പോൾ 5:10:6 ആയിരിക്കും ഇവരുടെ മന്ത്ലി സാലറീസിൻ്റെ റേഷ്യോ. അതിൽ എക്ക് കിട്ടുന്ന എത്ര രൂപയാണ്? 45,000 രൂപ. 5 യൂണിറ്റ് എന്നുള്ളതല്ലേ 45,000 രൂപയായിട്ട് മാറിയേ. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്? 9K 9,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് സാലറി, ടോട്ടൽ സാലറി എത്തിയ 5ഉം 10ഉം 15, 10ഉം 15ഉം 6ഉം 21 യൂണിറ്റാണ്. അപ്പം 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45,000 ആയത് 9,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ 21 യൂണിറ്റ് ആണ് ടോട്ടൽ സാലറി. അതിനെയും 9,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,89,000 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു പ്രോഫിറ്റിൻ്റെ റേഷ്യോ അല്ലെ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ടൈം പീരീഡ്. അപ്പോൾ ഒരു വർഷത്തെ കണക്കല്ല പറയുന്നത്, 1 ഇയർ. അപ്പം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 25 ലക്ഷം രൂപ ഇട്ടു. എത്ര നാളത്തേക്ക്? 12 മാസത്തേക്ക്. അപ്പോൾ 25 × 12 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ടൈം പീരീഡ്. അതായിരിക്കും എൻ്റെ പ്രോഫിറ്റിൻ്റെ റേഷ്യോയിൽ കാണിക്കുന്ന സാധനം. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം ബിൻ്റെ എന്ന് പറയുന്നത് ബി 40 ലക്ഷം രൂപ ഇട്ടു 9 മാസത്തേക്ക്. അപ്പം 40 ലക്ഷം × 9. സി എത്ര? ബി 3 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു വർഷം അല്ലെ 12 മാസത്തിൽ ആദ്യത്തെ 3 മാസം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 12 - 3 ഇനി 9 മാസം മാത്രമേ ബിൻ്റെ ഈ 40 ലക്ഷം കിടക്കത്തുള്ളൂ അവിടെ ഒരു വർഷം വരെ. പിന്നെ ബിയും ചേർന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ട്, അപ്പം 3 + 4 എത്ര? 7 മാസം കഴിഞ്ഞിട്ട്. അപ്പം 12 മാസത്തിൽ 7 മാസം വരെ സി ഇല്ലായിരുന്നു. പിന്നുള്ള 5 മാസത്തേക്കാണ് സി എത്ര രൂപയും കൊണ്ട് വന്നത്? 50 ലക്ഷം രൂപയും കൊണ്ട് വന്നത്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 50 × 5 അതായിരിക്കും റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇവരുടെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഇട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 കൊണ്ട് വെട്ടാൻ നേരം 5, 8, 5 കൊണ്ട് വെട്ടാൻ നേരം 10, പിന്നെ ഒരു 2 കൊണ്ട് വെട്ടാൻ നേരം 5, 4, 6,
അപ്പം 30:36:25 ഇവരുടെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എനിക്ക് കിട്ടി. ഇന്ന് നോക്കിയേ, ഇവരുടെ 1 ഇയർ ആഫ്റ്റർ അതേ സ്റ്റാർട്ടഡ് ബിസിനസ് അവരുടെ പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 2,73,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 30 + 36 66 25 86 5 91. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റാണ്? 91 യൂണിറ്റ് ആണ്. ആ 91 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 2,73,000 രൂപ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ഷീ ഷെയർ? സിയുടെ ഷെയർ എത്ര? 25 യൂണിറ്റ്. അപ്പോൾ സീസ് ഷെയർ എന്ന് പറയുന്നത് 91 യൂണിറ്റ് 2,73,000 ആണെങ്കിൽ ബൈ 91. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2,73,000/91 ഇൻറ്റു 25 അല്ലേ? 91 യൂണിറ്റ് ഇത്രയാണെങ്കിൽ, ഇത്രയും റുപ്പീസ് ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ബൈ 91. സിൻ്റെ എന്ന് പറയുന്നത് 25 യൂണിറ്റാണ്. നോക്കിക്കേ, 90 × 3 എന്ന് പറഞ്ഞാൽ 270. അപ്പോൾ 91 × 3 അല്ലേ? വെട്ടുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ നോക്കിക്കോണം, ഇതിനകത്ത് തമ്മിലുള്ള ബന്ധം നോക്കിക്കോണം. ഹോൾ നമ്പറാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഇത് വെട്ടിപ്പോകുന്ന സംഖ്യയായിരിക്കും. ഡിവൈഡ് ചെയ്യാനായിട്ട് നിൽക്കല്ല. ഇങ്ങനെ 273 91 ഡിവൈഡ് ചെയ്യാൻ നിൽക്കൽ നോക്കിക്കോണം. ജസ്റ്റ് ഒരു 3 കൊണ്ട് മൾട്ടി. കാരണം 270 എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, ഒരു സംഖ്യ കളയുക, ഇവിടെ ഒരു സംഖ്യ കളയുക. എത്ര? 9 × 27. 9 × 3 ആണ് 27. അപ്പം 3 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം 3 × 25 75. ഇത്രയും റുപ്പീസ് ആയിരിക്കും സിയുടെ ഷെയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. അപ്പം നോക്കിയേ, ABC 3 ആൾക്കാരുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:5:7. സി ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ, ബാക്കിയുള്ള 2 പേരും ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാനിപ്പം ഒരു ബിസിനസ് തുടങ്ങി, അതിനകത്ത് എനിക്കൊരു റോളുണ്ട്, മാനേജറോ എന്തെങ്കിലും റോൾ, ഞാൻ വർക്കിംഗ് പാർട്ട്ണറാണ്. ബട്ട് ഞാൻ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഞാൻ പൈസ മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒരു കാര്യവും ഞാൻ ബോദർ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് വരും, എനിക്ക് കിട്ടേണ്ട ഷെയർ എത്രയാണോ കിട്ടേണ്ടിയിരുന്നത് അതിൻ്റെ പാതിയെ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും സെയിം ടൈം പീരീഡിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടൈം പീരീഡിൻ്റെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചായിരിക്കും പ്രോഫിറ്റിൻ്റെ റേഷ്യോ വരുന്നത്. കാരണം എന്താ, പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം അല്ലേ. ഇതിൽ ടൈം എല്ലാവർക്കും സെയിമാണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് പ്രോഫിറ്റ് വീതിച്ചു പോകത്തുള്ളൂ. അപ്പോൾ അതായത് പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. പക്ഷേ ഇവിടെ സി സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്, പൈസ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 2 പേരും ആക്റ്റീവ് പാർട്ട്നേഴ്സ്, പണിയെടുക്കും. അതുകൊണ്ട് സിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട് നേരെ പാതിയായി. അതായത് എന്താ, 4:5:7 ആയിരുന്നു വരേണ്ട, പക്ഷേ അതിൻ്റെ പാതിയായിരിക്കും സിക്ക് കിട്ടുന്നത്. അപ്പോൾ 7/2. ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് വരും, ന്യൂ പ്രോഫിറ്റിൻ്റെ റേഷ്യോ 8:10:7 എന്ന് വരും. ഇനി നോക്കിയേ, 25% പിന്നെയും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യുക. ടോട്ടൽ പ്രോഫിറ്റ് എത്രയോ കിട്ടി, അതിൻ്റെ 25% റീഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 25% പോയിട്ട് ബാക്കി എത്ര ഉണ്ട്, 100 ൽ 25 പോയ 75% അല്ലേ. 75% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര, 3/4%, അതായത് 3/4. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്, 36,000 രൂപ. അതായത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ
75% അല്ലേ, ഈ 25 പോയിട്ട് ബാക്കി ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 75% ഈ 3 പേർക്കും കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണ് ഷെയർ കിട്ടുന്നത്? ഈ റേഷ്യോയിലായിരിക്കും ഷെയർ വീതിച്ച് പോകുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 75% അല്ലെ 3/4 എന്ന് പറയുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ച് കിട്ടുന്ന ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. എത്ര ടോട്ടൽ ഷെയർ? 10 + 8 18 7 25 യൂണിറ്റ്, അല്ലെങ്കിൽ 25x എന്നോ എന്തുവാന്ന് വെച്ചാൽ വിളിക്കാം. അപ്പോൾ 25 യൂണിറ്റ് എന്ന് പറയുന്നതാണ്. ഇത് വെട്ടിപ്പോകുന്നൊരു 9 × 3 27,000 രൂപ എന്ന് കിട്ടും. 25 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 27,000 യൂണിറ്റ് ആണ്. ഓരോ യൂണിറ്റ് എത്ര രൂപ വെച്ച് കാണും? 27,000/25 റുപ്പീസ് കാണും. അങ്ങനെയെങ്കിൽ ബിക്ക് കിട്ടുന്ന ഷെയർ 10 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് ഇത്രയാണെങ്കിൽ 10 യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ ഗുണം 10 ചെയ്യണം. 27,000/25 × 10. അപ്പോൾ 25 × 100 വെട്ടുമ്പോൾ 4, 1000 വെട്ടുമ്പോൾ 40. അപ്പോൾ 27 × 400 വരും. 27 × 4 108. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ യൂണിറ്റ് പ്ലേസ് നോക്കിയാൽ മതി, 8 വരണം. ഇവിടെ എല്ലാത്തിലും 0 ഒഴികെയുള്ള അവസാനത്തെ സംഖ്യ 8 വരുന്നത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ? ക്യാപിറ്റൽ ഇൻറ്റു അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം പീരീഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഫിറ്റ് ബൈ ടൈം പീരീഡ്. അതായത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തിനനുസരിച്ചാണ് മാറുന്നത്? പ്രോഫിറ്റ് ബൈ ടൈം പീരീഡിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചായിരിക്കും മാറുന്നത്. അതായത് ബൈ ടൈം പീരീഡ് അല്ല കിടക്കുന്നത്. ടൈം പീരീഡ് കൂടുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറയും, പ്രോഫിറ്റ് കൂടുവാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, മീൻസ് ആ ഒരു റേഷ്യോയിലായിരിക്കും പോകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് P/Tൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും. അതായത് ഓരോ ആൾക്കാരും ABC എന്ന് ഞാൻ ആൾക്കാരെ വിളിച്ചു, അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ടൈം പീരീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പം എ എന്ന് പറയുന്നത് 8 ഇൻവെസ്റ്റ് ചെയ്തു, എത്ര നാളത്തേക്ക്? 7 മാസത്തേക്ക്. അപ്പം 8/7 ആയിരിക്കും, കാരണം ഇത് പ്രോഫിറ്റിൻ്റെ റേഷ്യോ അല്ലേ? ഓക്കെ, പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണ്. അപ്പം പ്രോഫിറ്റ് ബൈ ആദ്യത്തെ ആളുടെ ടൈം പീരീഡ് ഇതനുസരിച്ച് പ്രോഫിറ്റ് ബൈ ആദ്യത്തെ ആളുടെ ടൈം പീരീഡ് 8/7 ഈസ് അടുത്ത ആൾ 7 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടി, 7 അയാളുടെ ടൈം പീരീഡ് 8 മാസം ഈസ് 5 അടുത്ത ആൾ 5 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടി ബൈ എത്ര മാസം കൊണ്ട്? 14 മാസം കൊണ്ട്. അപ്പം 7 ഇതിനെ എനിക്കൊരു മൊത്തമൊക്കെ ആയിട്ട് എനിക്ക് റേഷ്യോയിൽ എഴുതാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ അടിയിലെ 7, 8, 14 ഒരുപോലെ കട്ടായി പോകുന്ന ഒരു നമ്പർ വേണം, ചെറിയ നമ്പർ. അതായത് 7, 8, 14 LCM എത്ര? 56. കാരണം ഈ 3 നമ്പറിൻ്റെ LCM വേണമെങ്കിൽ ഏറ്റവും വലിയ നമ്പർ എടുത്തിട്ട്, കാരണം ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമല്ലോ, ഏറ്റവും വലിയ നമ്പറിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കിപ്പോയാൽ മതി. ഇപ്പോൾ 14ൻ്റെ അടുത്ത ഇരട്ടി 28. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് 14ൻ്റെ തേർഡ് മൾട്ടിപ്പിൾ എത്ര? 42. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് പറ്റത്തില്ല. ഇനി 14ൻ്റെ ഫോർത്ത് മൾട്ടിപ്പിൾ 56. 56/8 56/7 പോസിബിൾ ആണല്ലേ? അപ്പോൾ ചെയ്യാൻ നേരം എത്ര വരും? നമ്മൾ ആദ്യത്തെ മാത്രം നോക്കിയത് ഓപ്ഷനിലെല്ലാം ആദ്യത്തെ വാല്യൂ ഡിഫറൻ്റ് ആണ്, ഇത് മാത്രമേ സെയിം ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ A/B/Cയിലെ എൻ്റെ താഴെ എന്ത് കിട്ടും എന്ന് ആദ്യം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 56 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നേരം 8/7 × 56 8 8 × 8 64. അപ്പോൾ ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരും. നമുക്കൊരു ഒറ്റ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ കിട്ടിക്കോളും. നിങ്ങൾ വേണേൽ ചെയ്ത് നോക്കിയാൽ മതി ബാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമുക്ക് കാൽക്കുലേഷൻ ബാക്കിയുള്ളത് കുറയ്ക്കാൻ പറ്റും, അതിൽ നിന്ന് സമയം കിട്ടും. ഇങ്ങനെ ചെയ്തോണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇരുപത്തഞ്ച് കിട്ടാൻ നേരം 3 പോകുന്നേരം 75 15 175 7
അപ്പം ഇതിനകത്ത് പോകുന്ന നേരം 4, ബാക്കി 12, 125-ൽ 5. ഓക്കെ, നോക്കിയേ, എയും ബിയും 2 ആൾക്കാരുണ്ട്. അവർ ഇത്രയും രൂപ റെസ്പെക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ബിൻ്റെ ഷെയർ പ്രോഫിറ്റ് എത്ര ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? അപ്പം നോക്കിയേ, പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. ഇതിൽ ടൈം 2 പേരുടെയും കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് എന്തിനനുസരിച്ചായിരിക്കും മാറുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചായിരിക്കും മാറുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അതിനർത്ഥം P1/P2 അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്താണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം എ ഇത്രയും രൂപ ഇട്ടു, ബി ഇത്രയും രൂപ ഇട്ടു. റേഷ്യോ എടുക്കാൻ നേരം രണ്ടും കണ്ടോ, വാലറ്റത്ത് 25 ആണെങ്കിൽ അത് 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. വാലറ്റത്ത് 25, 50, 75 ഇങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കത് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 37:45 ആയിരിക്കും. ഇനി ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ 37:45. അതിൽ ബിക്ക് 45 യൂണിറ്റാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അത് എത്ര രൂപയാണ്? 9000 രൂപ. 45 എങ്ങനെ 9000 ആയി? ഇൻറ്റു 200. ഓരോ യൂണിറ്റിലും 200 രൂപ ഉണ്ടായിരുന്നു. ആ 200 കൊണ്ട് 45 മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് ടോട്ടൽ 9000 രൂപ കിട്ടുന്നത്. എങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് 37 + 45 82 യൂണിറ്റ് ആണ്. ഓരോ യൂണിറ്റിലും 200 രൂപ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 82 × 200 164,000 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. സി 500. കിട്ടാൻ നേരം 6. അപ്പോൾ എത്ര? 150, 125, 65. കിട്ടാൻ നേരം 4. അപ്പം ഓക്കെ, അപ്പം നോക്കിയേ, A is to B is to C അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എടുക്കണം. കാരണം ഇവിടെയും 3 ആൾക്കാരും ഒരേ ടൈം പീരീഡിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ വിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത് ഞാൻ ഫർദർ വെട്ടിക്കളയുന്നില്ല, എളുപ്പമാക്കാൻ വേണ്ടി 13,750 ഈസ്റ്റ് 16,250 ഈസ്റ്റ് 18,750. അതിൽ 0 മാത്രം വെട്ടിക്കളഞ്ഞത്, ഫർദർ ഞാൻ വെട്ടിക്കളയുന്നില്ല. നോക്കിയേ, 16 ബീൻ്റെ ഷെയർ എത്ര യൂണിറ്റാ? 16.25. ഈ 16.25 കറസ്പോണ്ട്സ് ടു എത്ര രൂപ? 5,200 റുപ്പീസാണ് ബിൻ്റെ പ്രോഫിറ്റ്. നമുക്ക് വേണ്ടത് എയും സിയും തമ്മിലുള്ള പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചത്. 1875-ഉം 1375 തമ്മിലുള്ള വ്യത്യാസം എത്ര യൂണിറ്റാണ്? ഇതേ മൈനസ് ഇത് 500 യൂണിറ്റ് അല്ലേ. അപ്പം 1625 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 5,200 റുപ്പീസ് ആണെങ്കിൽ 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 5,200 1 യൂണിറ്റിൽ എത്ര രൂപ വെച്ച് കാണും? 1,265 റുപ്പീസ് കാണും. അങ്ങനെയെങ്കിൽ 500 യൂണിറ്റിൽ ഇൻറ്റു 500 ചെയ്യണം. അപ്പം 25 ഉണ്ട്. വാലറ്റത്ത് 25 ആണ്, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഡിവൈഡ് ചെയ്യുന്ന നേരം 65. ഇവിടെ 25 കൊണ്ട് വിട്ടാൻ നേരം 4, ഇത് 20 വരും. അപ്പം 13 കൊണ്ട് വിട്ടാൻ നേരം 4, 13 കൊണ്ട് വിട്ടാൻ നേരം 5, 4. അതായത് 1,600 റുപ്പീസ് ആയിരിക്കും ആൻസർ. അതായത് 400 × 4 1,600 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ കാൽക്കുലേഷൻസ് പഠിക്കാനായിട്ട് ടേബിൾസ് പഠിച്ചോണം. ഇതിപ്പോൾ അപ് ടു 20 വരെയുള്ള ടേബിൾ ആണെങ്കിൽ 13 × 4 52, 13 × 5 65 ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ടേബിൾസ് നല്ല വൃത്തിക്ക് പഠിച്ചോണം. ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds.
3/8 5. ഓക്കെ, നോക്കിക്കേ, രാമൻ, മന്നൻ, കമൽ 3 ആൾക്കാരുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയുടെ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എത്രയാണോ അതിൻ്റെ 2/5 ആണ് രാമൻ ഇടുന്നത്, ആൻഡ് ടോട്ടൽ എത്രയാണോ അതിൻ്റെ 3/8 ആണ് മന്നൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം 2/5ഉം 3/8ഉം ഇതിലെ ഡിനോമിനേറ്റേഴ്സ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്? ടോട്ടൽ അല്ലേ? ടോട്ടൽ 8 ആണെങ്കിൽ അതിൽ 3 മന്നൻ ഇൻവെസ്റ്റ് ചെയ്യും. ടോട്ടൽ 5 ആയിരുന്നെങ്കിൽ അത് 2 രാമൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ 5ൻ്റെ 8ൻ്റെ LCM 40 യൂണിറ്റ് ആണ് എൻ്റെ ടോട്ടൽ എന്ന് അസ്യൂം ചെയ്തു. ലെറ്റ് ടോട്ടൽ ബി 40 യൂണിറ്റ്. കാരണം എന്താ, 2/5 × 40 ചെയ്യുമ്പോഴും 3/8 × 40 ചെയ്യുമ്പോഴും കട്ടായി പോയി ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടും. നോക്കിക്കേ, കാരണം 5നെ 8നെയും കൊണ്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് ഇതൊരു ഹോൾ നമ്പറായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് 40 5ൻ്റെ 8ൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM ആയിട്ട് എടുത്തത്. അപ്പം 40 ടോട്ടൽ ആണെങ്കിൽ ടോട്ടലിൻ്റെ 2/5 40 × 2/5 എത്ര? ഇത് × 40 ചെയ്യുമ്പോൾ 8 × 2 16 യൂണിറ്റ് രാമന് പോവും. ആൻഡ് ടോട്ടലിൻ്റെ 3/8 × 40 ടോട്ടൽ 40 ആണ്. 5 × 3 15 മന്നനും പോവും. ആൻഡ് ബാക്കി 16ഉം 15ഉം 31 ഉണ്ട്. ടോട്ടൽ 40 ആണ്. 40ൽ നിന്ന് 31 പോകുമ്പോൾ ബാക്കി 9 യൂണിറ്റ് ആയിരിക്കും ആർക്ക്? കമലിന് കിട്ടുന്നത്. അപ്പോൾ അവരുടെ റേഷ്യോ 16:15:9 ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഇതിപ്പോൾ ആദ്യത്തെ മാത്രം ചെയ്താൽ മതി. കാരണം നോക്കിയേ, അമനും കമലും രത്തനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഉണ്ട്. അപ്പോൾ ടൈം പീരീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെ? പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഓരോരുത്തർക്കും ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. കാരണം ടൈം പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം പീരീഡിന് പ്രൊപ്പോർഷണലാണ് പ്രോഫിറ്റ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇതിനനുസരിച്ചായിരിക്കും മാറുന്നത്. അതിൻ്റെ ടൈം പീരീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ റേഷ്യോ എടുക്കുന്നതായിരിക്കും. അപ്പം അമൻ എന്ന് പറയുന്നത് 3 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടി 12 മാസത്തേക്ക്. കമൽ എന്ന് പറയുന്ന ആൾക്ക് 16 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടി 4 യൂണിറ്റ് മാസമല്ല 12 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 3 പ്രോഫിറ്റ്. ഇയാൾക്ക് 16 പ്രോഫിറ്റ് കിട്ടി 4 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ. രത്തന് എത്ര? 3 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 9 പ്രോഫിറ്റ് കിട്ടി. അപ്പം പ്രോഫിറ്റ് ബൈ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ ടൈം പീരീഡിൻ്റെ റേഷ്യോ കിട്ടും. അപ്പം ഇത് 1/4 4 3. ഇതിനെ മൊത്തത്തിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 × 4 1:, ഇതിനെ 4 × 4 ചെയ്യുമ്പോൾ 16:12 ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ 1 ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കിയേ, A:B:C അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം പീരീഡ്. രണ്ടുപേരും ഒരു വർഷത്തേക്കല്ലേ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. A 5 യൂണിറ്റ് പൈസ ഇട്ടു 12 മാസത്തേക്ക് 5 × 12 B 6 യൂണിറ്റ് പൈസ ഇട്ടു 12 മാസത്തേക്ക് 5 6 × 12 C എത്ര? 6 മാസം കഴിഞ്ഞാൽ വന്നേ. അപ്പോൾ 12 മാസമാണ് ഒരു വർഷം. അതിൽ 6 മാസം കഴിഞ്ഞ് ഇനി ബാക്കി എത്ര മാസം കൂടെ ഉള്ളൂ? 6 മാസത്തേക്കിനാണ് C
എത്ര യൂണിറ്റ് ഇടുന്നത്? ബിക്ക് എത്ര 6 യൂണിറ്റ് ഇല്ലേ? ബിൻ്റെ 2/3 കൊണ്ട് വരുന്നത് 2 2 × 2 4 യൂണിറ്റ്. അപ്പം ബിൻ്റെ 2/3 4 യൂണിറ്റ് രൂപ 6 മാസത്തേക്ക് സി ഇട്ടു. അപ്പോൾ എല്ലാത്തൊന്നും 6 കൊണ്ട് വെട്ടാൻ നേരം 2, 6 കൊണ്ട് വെട്ടാൻ നേരം 2, 6 പോയി. ഇനിയും 2 കൊണ്ട് വെട്ടണം. ഇവിടെ വെട്ടുമ്പോൾ 2, ഇവിടെ ഈ 2 പോയി, ഈ 2 പോയി. അപ്പം 5:6:2 ആണ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. സിക്ക് കിട്ടുന്നത് 2 യൂണിറ്റാണ് പ്രോഫിറ്റായിട്ട്. അത് എത്ര രൂപയാണ്? 21,600 രൂപയാണ്. 2 യൂണിറ്റ് എങ്ങനെ 21,600 ആയി? ഓരോ യൂണിറ്റിലും 10,800 രൂപ വെച്ചുണ്ടെങ്കിൽ അല്ലേ 2 യൂണിറ്റിൽ 21,600 കാണത്തുള്ളൂ. അപ്പം 2 × 10800 ചെയ്യുമ്പോഴാണ് 21,600 കിട്ടുന്നത്. എങ്കിൽ കമ്പൈൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 + 6 + 2 എത്ര? 11 + 2 13 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 21600 ആണെങ്കിൽ 13 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു *108,000 ചെയ്യണം. 8 × 3 യൂണിറ്റ് പ്ലേസിൽ 4 വരണം. 0 അതായത് 0 കൂടാതെ സീറോസിന് ഇപ്പുറം സംതിങ് 0 കാണുമല്ലോ, ഇപ്പോഴൊരു 4 ആയിരിക്കണം ഡിജിറ്റായിട്ട് വരേണ്ടത്. അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ ഓപ്ഷനിൽ, 4 മാത്രമാണ്. ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സീരീസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ റെക്കോർഡ് സെഷൻ ആണെന്ന് കരുതി ആരും ഡൗട്ട് ചോദിക്കാനിരിക്കേണ്ട. നിങ്ങൾ കമൻസിൽ തന്നെ ഡൗട്ടായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഫ്രഷ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും കോച്ചിങ് കൊടുക്കുന്നത്. അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പം ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫോളോ അപ്പ് ചെയ്ത് സർക്കിൾ സെഷൻ കാണും. ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട് ആയതുകൊണ്ട് ബേസിക് സർക്കിൾ, അതായത് നിങ്ങളെ ഗ്രൂപ്പ് ആക്കി ഇരുത്തിയിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് എക്സ്ട്രീം സർക്കിൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ലെവൽ, സൂപ്പർ ബാച്ച്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്കി 3 സെക്ഷൻസിലും നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും നിങ്ങളെപ്പോഴുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ വർക്കൗട്ട് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മോക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ റൗണ്ട് എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതായത് അതിൻ്റെയും കൂടെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉറപ്പിക്കാൻ പറ്റുന്നത്. അപ്പം മോക്ക് ഇൻ്റർവ്യൂവിലും നമുക്കിവിടെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടൊരു പാനലായിരിക്കും നിങ്ങൾക്ക് കോച്ചിങ് അതിനെപ്പറ്റിയുള്ളത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഈ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.